തിരുവനന്തപുരത്ത് കൊലപാതക ശ്രമക്കേസിൽ യുവാവ് അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി ലിജു സി മാത്യുവിനാണ് വർക്കല പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വർക്കല താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നഗരൂർ സ്വദേശി അക്ബർ ഷായെ ഇയാൾ കത്രിക കൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചു. മലപ്പുറം പെരിന്തൽമണ്ണ സ്വർണ്ണ കവർച്ചയിലെ 4 പ്രതികൾ തൃശൂർ ഈസ്റ്റ് പോലീസിന്റെ പിടിയിലായി. എല്ലാ സ്റ്റേഷനുകളെയും അലർട്ട് ചെയ്ത് നടത്തിയ കർശന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. തൃശൂരിൽ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് യുവതിയെ പീഡിപ്പിച്ച പ്രതിക്ക് ശിക്ഷ വിധിച്ച് കുന്നംകുളം പോക്സോ കോടതി. ശിക്ഷ 12 വർഷം തടവും 1,10,000 രൂപ പിഴയും. ആലപ്പുഴ ചങ്ങനാശ്ശേരിയിൽ KSRTC ജംഗ്ഷൻ മുതൽ ജനറൽ ആശുപത്രി വരെയുള്ള റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന ആവശ്യം ശക്തം. കോൺഗ്രസ് ടൗൺ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലമുടച്ച് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി PH നാസർ ഉദ്ഘാടനം ചെയ്തു. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ KMC ക്ലിനിക്ക് ആരംഭിച്ചു. തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV സാജൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ ആന്റി മൈക്രോബിയൽ റെസിഡൻസ് വാരാചരണ സമാപനം സംഘടിപ്പിച്ചു. വാരാചരണ സമാപനം H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണാ സമരം നടത്തി. ധർണ കേരള കോൺഗ്രസ് M വിഭാഗം ജില്ലാ പ്രസിഡന്റ് VC ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ പൈപ്പ് ലൈൻ എക്സ്റ്റൻഷൻ നിർമ്മാണത്തിന് തുടക്കം. ജോബ് മൈക്കിൾ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയ ശേഷമായിരുന്നു ക്ഷേത്ര ദർശനം. തൃശൂർ എടത്തിരുത്തിയിൽ കേരളോത്സവത്തിന് തുടക്കമായി. നീന്തൽ ഷട്ടിൽ മത്സരങ്ങളോടെയാണ് കേരളോത്സവത്തിന് തുടക്കം കുറിച്ചത്. പയ്യന്നൂർ മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കയ്പമംഗലം പഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കം. മാറ്റുരയ്ക്കുക 1300-ലേറെ മത്സരാർത്ഥികൾ. കലോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പഴുവിൽ സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ക്വിസ് മത്സരം നടത്തി. ക്വിസ് മത്സരത്തിൽ അതിരൂപതാ തലത്തിൽ സമ്മാനാർഹരായ 43 പേർക്ക് അവാർഡ് നൽകി. പഴുവിൽ ഫൊറോന വികാരി ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം ചന്ദനക്കാവിൽ മേൽപ്പത്തൂർ പ്രതിമ സ്ഥാപന ദിനം ആഘോഷിച്ചു. ദേവസ്വം ഇൻസ്പെക്ടർമാരായ KP അഭിൻ, M ഹരിദാസ് എന്നിവർ നേതൃത്വം നൽകി. നിരവധി ഭക്തർ പങ്കാളികളായി. കേരള വിഷൻ ന്യൂസ് വോട്ടെണ്ണൽ ദിനം ഉപഫലം 2024 പവേഡ് ബൈ